ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമുക്ക് പെയിൻറ്റിംഗ് ഒന്ന് മാറ്റിപ്പിടിച്ചാലോ? ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ മെഹന്തിയാണ് ഉള്ളത്. ഇന്നിപ്പോൾ കുറച്ച് സമയം കിട്ടിയത് കൊണ്ടാണ് ഇതിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നത്. ഇത് വാങ്ങിച്ച് വെച്ചിട്ട് ഒരുപാട് നാളായി. അന്ന് ഞാൻ വീഡിയോ ഇട്ടില്ലായിരുന്നോ, ഒരു അബദ്ധം പറ്റിയ വീഡിയോ? അന്ന് ഞാൻ വാങ്ങിയ ആ കോണിൽ നിന്ന് ഒരെണ്ണം ഞാൻ എൻ്റെ കയ്യിലത്തേക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇത്. ഇന്നാണ് സത്യത്തിൽ അതിന് സമയം കിട്ടിയത്. അങ്ങനെ മാറ്റിവെച്ച സ്ഥിതിക്ക് ഒരു നല്ല ഡിസൈൻ തന്നെ നമ്മൾ ചൂസ് ചെയ്യണമല്ലോ. അങ്ങനെ പിൻട്രസ്റ്റ് മുഴുവൻ കിടന്ന് തപ്പിയിട്ടാണ് ഈ ഒരു ഡിസൈൻ എനിക്ക് കിട്ടിയത് കേട്ടോ. ഇങ്ങനെ ഒരു ഡിസൈൻ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ കയ്യിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇന്നിത്തിരി കൂടുതൽ സമയം ഇതിന് വേണ്ടിയിട്ട് ഇരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. കുറച്ച് ദിവസമായിട്ട് കംപ്ലീറ്റ് സ്റ്റഡീസിലായിരുന്നു എൻ്റെ ഫോക്കസ്. അപ്പോൾ പിന്നെ മനസ്സിനെ ഒന്ന് സമാധാനിപ്പിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് കയ്യിലെടുത്തിട്ടുള്ളത്. ഓരോരുത്തർക്കും ഇതുപോലെ ഓരോരോ മനസ്സിനെ സന്തോഷിക്കുന്ന പരിപാടികൾ കാണുമല്ലോ. എനിക്ക് പണ്ട് മുതലേ ഈ ക്രാഫ്റ്റും പിന്നെ പെയിൻറ്റിങ്സും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ മെഹന്തി ഇപ്പോൾ അടുത്തായിട്ട് തുടങ്ങിയതാണെന്നേ ഉള്ളൂ. പിന്നെ അതൊരു വരുമാന മാർഗത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. പക്ഷെ ഒരു 5 പൈസേൻ്റെ വരുമാനം പോലും എനിക്കിതൊന്നും കിട്ടിയിട്ടില്ല. പണ്ടൊക്കെ പെരുന്നാൾ വരുമ്പോഴത്തേക്കും മൈലാഞ്ചിയും മേടിച്ച് ഓരോ പൂവും കായും ഒക്കെ വരച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അന്നത്തെ കാലത്ത് അതായിരുന്നു ഏറ്റവും വലിയ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞ് നടക്കും. പക്ഷേ ഇപ്പോഴാണ് ഈ ഒരു മെഹന്തി ഡിസൈനൊക്കെ കറക്റ്റായിട്ട് പഠിച്ച് ചെയ്യുമ്പം ഒരു പ്രത്യേക അഭിമാനമൊക്കെ തോന്നും. അത്ര വലിയ കാര്യമൊന്നും അല്ലെന്നൊക്കെ തോന്നും, പക്ഷേ എനിക്കിത് വലിയ കാര്യമാണ്. കാരണം ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുന്നത് നല്ലതല്ലേ. ഇതുപോലെ ഇനിയും പലതും പഠിക്കാനായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. തൽക്കാലം നമുക്ക് ഈ മൈലാഞ്ചിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ ഡിസൈൻ എങ്ങനെയുണ്ട്? ഒരു വെറൈറ്റി ഡിസൈൻ അല്ലേ? എൻ്റെ ചാനലിൽ ഇതുപോലത്തെ ഒരു ഡിസൈനുകൾ ഇതുവരെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.